പ്രിയ സ്നേഹിതരെ, വീണ്ടും നിങ്ങളുടെ സ്നേഹിതൻ ആൻ്റണി. ഇന്ന് നാം നോക്കാനിരിക്കുന്ന വിഷയങ്ങൾ എന്താണെങ്കിൽ, കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് 17-ാം തീയതി രാത്രി ഗാസയിലുള്ള അൽ ഹൈലി അറബിക് ഹോസ്പിറ്റൽ ഇസ്രയേലികളുടെ ബോംബാക്രമണത്തിൽ തകർത്തു, 500 ശിഷ്ടം ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കോളിളക്കം ഉണ്ടായി. ലോകമെമ്പാടുമുള്ള മുസ്ലിം അറബി ആളുകൾ എല്ലാ രാജ്യത്തും പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ ഇന്നത്തോടു കൂടി ആ പ്രശ്നമൊക്കെ അങ്ങ് തീർന്ന പോലെയായി. എന്തു പറ്റി? അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇത് ശരിക്കും ചെയ്തത് ആരാണ്? നമ്മൾ ഇന്ന് അതാണ് നമ്മൾ നോക്കാനിരിക്കുന്നത്. കാരണം എന്താണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലുള്ള ഈ മീഡിയാസ്, പിന്നെ ഇപ്പോൾ കേരളത്തിലായതുകൊണ്ട് മലയാളത്തിലുള്ള മീഡിയകൾ, അതിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ളത് ഒരു സുനിത ദേവദാസ്, അതേപോലെ ഒരു പബ്ലിക് കേരള, അതേപോലെ ഒരു ജേർണലിസ്റ്റ്, ഇവരൊക്കെ അങ്ങോട്ട് ഇസ്രയേൽ അങ്ങനെയാണ്, ഇസ്രയേൽ ഇതാ ഇപ്പോൾ പോയി, ഇസ്രയേൽ ഇതാ ഇത് പെട്ടു, വരച്ച വരയിൽ, പബ്ലിക് കേരള പറയും, വരച്ച വരയിൽ ഇസ്രയേലിനെ ഇറാൻ കൊണ്ടുവന്നു, റഷ്യയുടെ താക്കീത്, നെത്തന്യാഹു ഞെട്ടി, നെത്തന്യാഹുവിന് തല ചുറ്റി, നെത്തന്യാഹുവിനെ വയറിളക്കി, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് എപ്പോഴും അങ്ങ് ഒരു ഇസ്രയേൽ അങ്ങോട്ട് തരം താഴ്ത്തി പറച്ചൽ. അതാ മൊസാദ് പൊട്ടി, ഇസ്രയേലിൻ്റെ അയൺഡോം എന്ന് പറയുന്നത് നാശമായി, ഒന്നിനും പ്രയോജനമില്ലാത്ത രീതിയിൽ നിന്ന് അതിന് വെളിച്ചത്തിൽ കൊണ്ടുവന്നു. ഇങ്ങനെ എല്ലാം ഇവർ കിടന്നിട്ട് ഇങ്ങനെ എന്ന് പറയും. കാരണം ഇവരൊന്നാമത് ഇവർ മുസ്ലിമുകളാണ്, അതായിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഇനിയൊന്ന്, ഇവിടെ യൂതന്മാരില്ലല്ലോ, കാണുന്നതൊക്കെ ഇസ്ലാമികളല്ലേ, അപ്പോൾ നമ്മുടെ വ്യൂവർഷിപ്പ് കൂട്ടണം, ഇത്രയേ ഉള്ളൂ. സുനിത ദേവദാസ് അവിടെ കാനഡയിൽ കുത്തിയിരുന്നിട്ട് പറയാം. പക്ഷേ കൊണ്ടുവരുന്നത് എന്താ? ഇസ്രയേലിനെ കുറിച്ച് ഖുറാൻ പറയുന്ന ഒരു മലവിനെ കൂടെ നിർത്തുക. മലവി പറയും ഇപ്പോഴും ഇസ്രയേൽ നല്ലതെന്ന് പറയും. ഇതൊക്കെയാണ് ഇവരുടെ പൊള്ളത്തരങ്ങൾ. ഇസ്രയേലിനെ കുറിച്ച് പറയുന്ന പുസ്തകം പഴയ നിയമം ബൈബിളാണ്, അല്ലെങ്കിൽ അസീറിയ രാജാക്കന്മാരുടെ ചരിത്രം, ബാബിലോൺ രാജാക്കന്മാരുടെ ചരിത്രം, ഈജിപ്റ്റ് രാജാവിൻ്റെ ചരിത്രം, ഇതൊക്കെയാണ് വായിച്ചിട്ട് അതിനകത്ത് പറയണ്ടേ. ഞാൻ അന്ന് പറഞ്ഞ പോലെ പറയാണ്, ഈ രാജാക്കന്മാരൊക്കെ ആരോടാണ് യുദ്ധം ചെയ്തത്? ആരോട് തോറ്റു? ആരാണ് ജയിച്ചു? പലസ്തീൻകാരനെയാണോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇസ്രയേലികളെയാണ് അവർ ജയിച്ച്, ഇസ്രയേലിനെ അടിമകളാക്കി കൊണ്ടുപോയി, ഇസ്രയേലിനെ അസീറിയൻസ് കൊണ്ടുപോയി. 1-ാം നൂറ്റാണ്ട് AD 70 ഇസ്രയേലിനെ റോമൻ ജയിച്ചു. ഇസ്രയേൽ നാടൊട്ടുക്ക്, ലോകമൊട്ടുക്ക് അവർ ചിഹ്നിച്ചിതറി. നമ്മുടെ കൊച്ചി മട്ടാഞ്ചേരിയിലടക്കം അവർ വന്നു. അവരോട് പാലസ്തീനുകളാണോ? പാലസ്തീനാണോ അവർ ഓടിപ്പോകുന്നത്? അപ്പോൾ ഇതൊന്നും ഇവർക്ക് പറഞ്ഞ തലേ കയറില്ല എന്നല്ല, അവർ വേണച്ചിട്ടാണത്. അവർക്ക് എപ്പോഴും അങ്ങനെയാണ്. ക്രിസ്ത്യാനികളെയും ഇസ്രായേലികളെയും ഇവർക്ക് ഇഷ്ടമല്ല. ഇസ്ലാമിനെ അവർ തലയിൽ പൊക്കി വയ്ക്കുകയും ചെയ്യും. ക്രിസ്ത്യാനികൾ ഈ മതം മാറ്റി നടക്കുന്ന തിണ്ടികളാണ്. അതിപ്പോൾ അവർക്ക് ക്രിസ്ത്യാനികളോട് വലിയ താല്പര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? പിന്നെ ഇസ്രായേലികളാണ്, അവരെപ്പോഴും പാലസ്തീന രാജ്യത്ത് അവരുടെ മണ്ണ് കൈയടക്കം വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് നടക്കും ഇവറ്റ. ഇപ്പോൾ അതേ രീതിയിലാണ് ഈ 17-ാം തീയതി ചൊവ്വാഴ്ച രാത്രി നടന്ന അൽ അഹിലി എന്ന് പറഞ്ഞിട്ട് അറബിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് ഗാസയിലുള്ള ഹോസ്പിറ്റലിൽ നടന്ന സ്ഫോടനം. അപ്പോൾ സ്ഫോടനം ചൊവ്വാഴ്ച രാത്രി, ബുധനാഴ്ച നേരം വിളിക്കും, ലോകമെമ്പാടും തീ പടർന്ന പോലെ അങ്ങ് പടർന്നു. ഇസ്രയേൽ കണ്ടോ, ആശുപത്രിനെ തകർത്തു, 500 ചില്ലറ രോഗികൾ മരിച്ചു, കുട്ടികളും പെണ്ണുങ്ങളൊക്കെ അതിൽ മരിച്ചിട്ടുണ്ട്. എന്തൊരു നോണയെ അവർ പടച്ചു വിട്ടേ. അവരതിൽ നല്ല രീതിയിൽ ജയിക്കുകയും ചെയ്തു. കാരണം ബുധനാഴ്ച തൊട്ട് അവിടെ ഗ്രൗണ്ട് അറ്റാക്ക് തുടങ്ങാനിരിക്കുക, എയർ സ്ട്രൈക്ക് നിർത്തി ടാങ്ക് അകത്ത് കയറിയിട്ട് ഇവരെന്നെ ഒറ്റപ്പെടുത്താൻ ആ വടക്കേ ഭാഗത്തുള്ള പാലസ്തീൻകാരോടെല്ലാം തെക്കേ ഭാഗത്തേക്ക് പോകാൻ പറഞ്ഞു. ഗാസ സ്ട്രിപ്പ്, നിങ്ങളെല്ലാം തെക്കേ ഭാഗത്തേക്ക് പോകും, ഞങ്ങൾക്ക് വടക്കേ ഭാഗം ഇൻഫിൽട്രേഷൻ ചെയ്യണം. എത്രയോ ചെയ്തുകൊണ്ട് വരികയാണ് അവർ, ക്ലീനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ അകത്തിറങ്ങിയവർ, എയർ സ്ട്രൈക്ക് ഏതാണ്ട് നിർത്തി ഇപ്പോൾ അവർ അകത്തേക്ക് ഇറങ്ങിയവർ. ലോകമൊക്കെ കത്തിക്കോട്ടെ, ഞങ്ങൾക്കൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞു. അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ സപ്പോർട്ടിന് വന്നു, ജർമ്മൻ സപ്പോർട്ടിന് വന്നിട്ടുണ്ട്, യൂറോപ്പ് ഓൾറെഡി സപ്പോർട്ടഡ് ആണ്. അപ്പോൾ തൊടാനൊന്നും പറ്റില്ല, അത് വേറെ കാര്യം. ഇത് പ്രശ്നം ആളുകൾ എത്തുന്നില്ല, ഇത് അടുത്ത കൂടി ഒരാഴ്ച അതോട് തീരും ചെയ്യൂത്. അപ്പോൾ ഇവർ ഹമാസ് എന്താ പറയണത്, ജനങ്ങളോട് നിങ്ങൾ ആരും തെക്കേ ഭാഗത്തേക്ക് പോകരുത്. കാരണം ഇവർക്ക് അവരാണല്ലോ ഇവരുടെ കവചം, അവരെ തന്നെ മുൻനിർത്തിയിട്ടാണല്ലോ ഇവർ ചെയ്യുന്നത്. കാരണം പൊതുജനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ മറിഞ്ഞു നിന്നിട്ട് ഇവർ അവരെ അറ്റാക്ക് ചെയ്യാണ്. അതുമല്ല, ഏതാണ്ട് 60-62 ടണലുണ്ട്. ഓരോ ടണലും 40-50 കിലോമീറ്റർ നീളമാണ്. ഈജിപ്തിൽ നിന്ന് വരികയാണ് ഈ ടണൽ. അവർക്ക് വേണ്ട മരുന്നും അവർക്ക് വേണ്ട
വെടിക്കോപ്പുകളും മിസൈലെല്ലാം അവിടെ നിന്ന് കടത്തുകയാണ്. അവിടുത്തെ തീവ്രവാദികൾ ഇവർക്ക് കൊടുക്കുകയാണ്, അല്ലാണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നതല്ല. പക്ഷേ ഇത് ഗവൺമെൻറ്റിനെ കൊണ്ട് തടുക്കാനും പറ്റില്ല, ഈജിപ്റ്റ് തടുക്കാൻ പറ്റില്ല. കാരണം ഈജിപ്റ്റ് ഇസ്രയേലിൻ്റെ അത്ര പവർഫുൾ ആർമിയും വലിയ രാജ്യമാണെങ്കിലും പവറൊന്നുമില്ല. ഗവൺമെൻറ് അടക്കം നമ്മുടെ BJP RSS എന്ന് പറഞ്ഞ തീവ്രവാദത്തിൻ്റെ അണ്ടറിലുള്ള പോലെ ആ ഗവൺമെൻറ് അടക്കം അവിടുത്തെ തീവ്രവാദികളുടെ അണ്ടറിലാണ്. അതേപോലെയാണ് ഇപ്പോൾ ഇവിടെയും ഹമാസ് ഇവിടെ ഭരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള ആ കാര്യം. അപ്പോൾ അതാ നടത്തുക. അപ്പോൾ അതാണ് ഇസ്രയേൽ നിർത്തേണ്ടത്. അതിലത്തെ 10-20 ടണൽ ഇസ്രയേൽ നശിപ്പിച്ചു, ഇനിയും 10-40 ടണലുണ്ട്. അപ്പോൾ ആ ടണൽ നശിപ്പിക്കാനാണെങ്കിൽ അതൊക്കെ വടക്കേ ഭാഗത്താണുള്ളത്, അധികമായിട്ട് ഗാസ സ്ട്രിപ്പിൻ്റെ വടക്കേ ഭാഗത്താണുള്ളത്. അപ്പോൾ ഇതിനെയാണ് അവർ നശിപ്പിക്കേണ്ടത്. അപ്പോൾ അതും കൂടി നശിച്ച പിന്നെ ഹമാസ് തീർന്നു. ഓൾറെഡി തലവന്മാർ ഒരു 5-8 മെയിൻ തലവന്മാരിനൊക്കെ തട്ടി. ഇനി ഒരു വലിയൊരാളേ ഉള്ളൂ, അയാൾ പുറത്ത് എവിടെയാണ്, പിന്നെ ഒരാൾ ഗാസയിൽ തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇനി തലവന്മാർ സുഖമായിട്ടുള്ള ജീവിതം ജീവിക്കണേ, അവർ പൈസയോടുത്ത ജീവിതവും മക്കളൊക്കെ നല്ല റിയൽ എസ്റ്റേറ്റും ഒക്കെ പുറത്തുകൊണ്ട് താമസിക്കുന്നത്. അതൊന്നും ഈ പാവങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഇങ്ങനെ തോക്കും പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയുള്ളൂ ഇവരുടെ കാര്യം. ശരി, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ സ്ഫോടനം സംഭവിച്ചപ്പോൾ ഇവരിങ്ങനെ പറയുന്നു, ഉടനെ ഇറാൻ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒന്നിക്കാൻ പറയണു. ഏറെക്കുറെ അവരതിൽ സക്സസ്സായി. ഇപ്പോൾ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ചു. മാത്രമല്ല ചെറുതായിട്ട് അവർ അറ്റാക്കും തുടങ്ങി. തുടർന്നവർക്കൊക്കെ പാഠം കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഹൂത്തി, അതായത് യമൻ്റെ തീവ്രവാദ സംഘടനയാണ് ഹൂത്തി. ഇറാനാണ് ഫുൾ സപ്പോർട്ട്. അവർ സൗദിയുടെ മൂട്ടിലാണ് കിടക്കുന്ന മാപ്പിൽ. അവിടുന്ന് ഒരു ലോങ് റേഞ്ച് മിസൈൽ ടവീലേക്ക് വിട്ടു. പക്ഷെ അതൊന്നും വീണില്ല, അതൊക്കെ ആകാശത്ത് വെച്ചിട്ട് അയൺ നശിപ്പിച്ച് കളഞ്ഞു. പക്ഷെ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൂത്തികൾ. പിന്നെ ഇല്ലാണ്ട് പോയ IS വീണ്ടും ഇപ്പോൾ മുളച്ചു വരുന്നുണ്ട്. അവർ സിറിയയുടെ ഭാഗത്തുനിന്ന് അറ്റാക്ക് തുടങ്ങി. അത് എങ്ങടെ അറ്റാക്ക് ചെയ്ത് ഇസ്രായേലികളുടെ കടലിൽ നിന്ന് ഓയിൽ എടുക്കുന്ന സ്ഥലമുണ്ട്, റിഗ്, അവിടേക്കാണ് അവർ വിട്ടത്. പക്ഷെ അതും അവിടെ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ അമേരിക്കയുടെ 2 യുദ്ധവിമാന കപ്പലാണ് അവിടെ കിടക്കുന്നത്. അവർ സീ എയർ മിസൈൽ അതൊക്കെ തകർത്തു. അപ്പോൾ അതൊന്നും അവിടെ വീണില്ല. പിന്നെ ഇവരുടെ അയൺ ഡോമിൽ അതെല്ലാം തകർത്തു, അതൊന്നും ശരിയായില്ല. ഹിസ്ബുള്ള ഏതാണ്ട് അവരുടെ 2 വലിയ വെടിക്കോപ്പിൻ്റെ കോഡോട് നശിപ്പിച്ചു. അപ്പോൾ അവർ ഏതാണ്ട് പിന്മാറി. എന്നാലും അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ ഒന്നും നടക്കുന്നൊന്നുമില്ല. ഗാസ സ്ട്രിപ്പിൽ ഇസ്രയേൽ ഇപ്പോൾ ഗ്രൗണ്ട് അറ്റാക്ക് തുടങ്ങി. ഇതാണ് ഇപ്പോഴത്തെ വിഷയം. അപ്പോൾ ഈ സ്ഫോടനം എയർ അറ്റാക്ക് നടന്നു എന്ന് പറയുന്നതിൽ യാതൊരു കഴിവുമില്ല. കാരണം ഒന്നാമത് ഇസ്രയേൽ ഹമാസിൻ്റെ 2 പേര് സംസാരിക്കുന്ന ഒരു വാടി വിട്ടു. പക്ഷെ പലരും പറയേണ്ടത് കള്ളത്തരാണ്, എന്താണെന്ന്. എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം. Of what Israel claims are 2 Hamas officials talking and purportedly admitting that the rocket had been fired from the cemetery next to the hospital and fell on the hospital. ഇതാണ് ആ സാധനം. നിങ്ങൾ കേട്ടില്ലേ? എന്താ പറയണേ? എടോ, ബൈ മിസ്റ്റേക്ക് നമ്മൾ ഫയർ ചെയ്തത് നമ്മുടെ അകത്തന്നെ വന്ന് വീണോടോ. അതെവിടെ വീണ്? നീ എന്താ പറയണേ? അതല്ല, അത് എവിടെ വീണത്? അത് ഒരു പള്ളിയും സിമെട്രിയൊക്കെ ആയിട്ടുള്ള ക്രിസ്ത്യൻ സിമെട്രിയുള്ള സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തുള്ള ആശുപത്രിയുടെ അവിടേക്കാണ് വീണിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ മറ്റാൾ, അയ്യോ അങ്ങനെയാണോ, ഒരു കാര്യം ചെയ്യുക, ഒന്നും വേണ്ടണ്ട, അങ്ങനെ ഇരുന്നോട്ടെ, അത് നമുക്ക് അവരുടെ ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞ് പടച്ചു വിടാം. ഇതാണ് അവർ പറയണത്. അതായത് ഇസ്രയേലിൽ വിട്ടെന്ന് പറഞ്ഞ് വിടാം എന്ന് പറയണ ഓഡിയോ ആണ്. പക്ഷേ അത് ഫോറൻസിക് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. അത് ഇസ്രയേൽ ഉണ്ടാക്കിയതാണോ, അതിന് കള്ളത്തരാണോ നേരാണോ എന്നുള്ള കാര്യം അതൊരു ഭാഗിരിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഈ സ്ഫോടനം അവിടേക്ക് വരാം. ഈ സ്ഫോടനം സംഭവിക്കുമ്പോൾ അത് രാത്രിയായിരുന്നു. വീണത് കാർ പാർക്കിംഗ് സ്ഥലത്താണ്, ആശുപത്രിയുടെ മുകളിലല്ല. അതുതന്നെ ആദ്യത്തെ നുണയായിരുന്നു. ഇനി നമ്മൾ പറയാനുള്ളത് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിക്കാം. ഇസ്രായേലിൻ്റെ ഒരു മിസൈൽ വീണച്ചിങ്ങി അതിൻ്റെ പവർ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ നമ്മൾ പല യൂട്യൂബും കാണുന്നുണ്ട്. അതായത് ഒരു റോക്കറ്റ് വന്ന് അടിക്കുമ്പോഴേക്കും 10-14 നില കെട്ടിടമുള്ളത് ബുമ്മുന്ന തറയുടെ ലെവലിലേക്കാവണം, മണ്ണാവണേ. അപ്പോൾ അത്രയും പവർഫുൾ
മിസൈലാണ് അവർ അടിക്കണേ. അപ്പോൾ അങ്ങനത്തെ ഒരു മിസൈൽ വീണുവെങ്കിൽ കണക്ക് പ്രകാരം, അതായത് ഇസ്രയേലുകൾ പറയുന്ന കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു 3-4 മീറ്റർ ഡയമീറ്റർ വരും. അതായത് 10-12 അടി വട്ടം, ഒരു 3-4 മീറ്റർ കുണ്ടും ഉണ്ടാവും. അതായത് 10-15 അടി അല്ലെങ്കിൽ 10-20 അടി ആഴത്തിലേക്ക് പോവുക. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ സൈസിലാണ് അത് വന്നിട്ട് വീഴുക. ഗ്രേറ്റർ അങ്ങനത്തെ കുഴി ഗ്രേറ്റർ എന്നാണ് പറയുക. പെട്ടെന്ന് ഉണ്ടാകുന്ന വലിയ കുഴി, അതിനാണ് ക്രേറ്റർ എന്ന് പറയുന്നത്. അതാണ് ഉണ്ടാവുക. ഈ കുഴിയോ കണ്ടില്ലേ? ഇത് നമ്മൾ ചൊട്ടയും പണിയും കളിക്കാൻ മണ്ണിൽ കുഴി തോണ്ടില്ലേ, അത്രയും അതൊരു കുഴി. അതൊരു 10 ഇഞ്ച് ഡയമീറ്റർ, ഒരു അടി 1.5 അടി ആഴമുള്ളൊരു കുഴിയും. ഇതാണ് ഇവർ പറഞ്ഞ കുഴി. ഈ ഒരു കുഴി എന്ന് പറഞ്ഞാൽ കറ്റ്യൂഷ റോക്കറ്റ് പോലെ ഉണ്ടാകുന്ന കുഴിയാണ്, അല്ലെങ്കിൽ പെട്രോൾ ബോംബോ ഡീസൽ ബോംബോ അടിച്ചുണ്ടാകുന്ന കുഴിയാണ് ഈ കുഴി. നിങ്ങൾ നോട്ട് ചെയ്യണം. കറ്റ്യൂഷ റോക്കറ്റോ അല്ലെങ്കിൽ ഡീസൽ ബോംബോ, അല്ലെങ്കിൽ കറ്റ്യൂഷ റോക്കറ്റിൽ ഒരു ഡീസൽ ബോംബ് ഇട്ടാലും മതി. അതൊക്കെ അവർക്ക് ചെയ്യാം. കറ്റ്യൂഷ റോക്കറ്റ് പോലെ ഒരു ഡീസൽ ബോംബിന് അവർ റിമോട്ട് സെൻസിങ്ങിൽ വിട്ട് വീഴ്ത്തിക്കും ചെയ്യാം. അത് വീണാലൊക്കെ ഉണ്ടാകുന്ന കുഴിയാണ് ഇത്. ഈ ആശുപത്രിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ജനലൊക്കെ പൊട്ടി, കണ്ണാടിയൊക്കെ പൊട്ടി, ഒരു ഷേക്ക് ഉണ്ടായി, അത്ര തന്നെ. ആശുപത്രിയിലത്തെ ഒരാളും മരിച്ചിട്ടില്ല എന്നാണ് പറയണത്. മരിച്ചതെല്ലാം ഈ കാർ പാർക്കിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ. അപ്പോൾ എന്തുമാതിരി നുണ ഉണ്ടാക്കിയവർ, മനസ്സിലായില്ലേ? പിന്നെ ഈ ജീവൻ ദാ പോണു ദാ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥിതികളുണ്ട്. അവരൊക്കെ കുറച്ച് ആൾക്കാർ മരിച്ചു. കാരണം ഇതുകൊണ്ടുണ്ടായിരുന്ന പുകമണ്ഡലം. അപ്പോൾ സൊഫക്കേഷനിൽ കുറച്ച് പേര് ആശുപത്രിയിൽ ഇങ്ങനത്തെ രോഗികൾ മരിച്ചു. പിന്നൊക്കെ കാർ പാർക്കിൽ രാത്രി കിടന്ന് ഉറങ്ങുമായിരുന്നു. കാരണം ഈ ആശുപത്രി ആയതുകൊണ്ട് ആരും അറ്റാക്ക് ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇതൊരു സുരക്ഷിത സ്ഥാനമാണെന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. അവരാണ് മരിച്ചത്. അപ്പോൾ നമ്മൾ ഈ എയർ വ്യൂവിൽ കണ്ടത് എന്താ, മുന്നും കാണുമ്പോൾ ഇതാണ് visual evidence, satellite imagery, and tried to find out, because it became a huge issue, debate of what exactly had happened. And as per the information received, here's what we found out. The visual evidence does not show signs of an aerial bombing or the strikes that Israel is known for. So look at this, for example, this is the image before the explosion and how the hospital stove, how it looked like. This is how it is after the explosion, which means that the building continues to stand intact, even though there has been, as some damage appears right on that corner. The visuals show that the walls of the hospital are intact after the bombing, but there were visible signs that there has, at least some incident has taken place. But usually when a missile attack of that magnitude takes place, there are large craters that are formed. Here you see no large crater. This is, as it looks like, a parking lot area. While you can see shrapnel and fuel related damage, and you can see the cars have clearly been damaged around this area, but if it's a missile attack, there's usually a crater that could cause substantial damage to the buildings close by, and of course possibly to the people there. Now this is a small church that is right adjacent to that hospital. It's also managed by the diocese, and the shrapnel related damage can be seen here as well. But as you can see, the part of the building, the area here, the walls are still standing intact. So was it the level of magnitude of an Israeli strike that it's known for, or did something happen? And remember, at a time when there has been now debate of the claims and counterclaims. അതിൻ്റെ മുമ്പും ആശുപത്രി, അതിന് ശേഷവും ആശുപത്രി. ഒന്നും സംഭവിച്ചിട്ടില്ല ആശുപത്രിക്ക്. ഏരിയൽ വ്യൂ നോക്കുമ്പോൾ, മോളിൽ കൂടെ നോക്കുമ്പോൾ. അപ്പോൾ ഈ കാർ പാർക്ക് നടന്നിട്ടുള്ളൂ. കാർ പാർക്കിൽ പാവിയിരിക്കുന്ന കല്ലിനടക്കൊന്നും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ കല്ലൊക്കെ തെറിച്ച് പോകണ്ടേ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് മാർക്ക് അൽസ്കർ എന്ന് പറഞ്ഞ ആൾ, അയാൾ അമേരിക്കയുടെ മിലിറ്ററി അനലൈസറാണ്, റിട്ടയർഡ് അനലൈസറാണ്. പതിറ്റാണ്ടുകളോളം അമേരിക്കയിൽ ഈ മിലിറ്ററി അനലൈസറായിരുന്നു പുള്ളി. അത്ര ഒരു എക്സ്പെർട്ട് പുള്ളി. എവിടെ യുദ്ധം നടന്നാലും ഇതെങ്ങനെ അതങ്ങനെയെന്ന് പറഞ്ഞ ആളാണ്. അയാൾ എന്താ പറഞ്ഞു വെച്ചെങ്കിൽ, ഞാനത് കാണിക്കാൻ അയാൾ പറയണത്. അതിൻ്റെ മുമ്പ് ഞാൻ കാര്യം പറയാം. ഈ ക്രേറ്റ് എന്ന്, അതായത് ഈ കുഴി എന്ന് പറയണത് ഇസ്രയേലിൻ്റെ ബോംബുണ്ടായ കുഴിയല്ല. കാരണം ഇസ്രയേലിൻ്റെ ബോംബിൻ്റെ അത്ര പവറുണ്ട്. കുറഞ്ഞതൊരു 3 അടി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറെ ന്യൂസ് കേട്ട് പറഞ്ഞാൽ അതന്നെയാണ് ഇയാളും പറയണത്. ഒരു 10-12 അടി കുണ്ടും ഇത്രയും വട്ടം വേണം. അങ്ങനത്തെ കുഴിയായിരിക്കും ഇസ്രയേൽ. ഇവിടെ നടന്നിരിക്കുന്ന കാർ പാർക്കിൽ നടന്നിരിക്കുന്നത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ എന്താണ്, വെറും തീ. പിന്നെ ഇവിടെ കാണും നമുക്ക് എന്താ, കാർ പാർക്കിനകത്ത് അവിടെ പാവിരുന്ന കല്ലടക്കം ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ കുറേ കാറുകൾ കത്തിയിട്ടുണ്ട്. ഇത് എയർ സ്ട്രൈക്കിൽ സംഭവിച്ചാണെന്ന് വെച്ചെങ്കിൽ കാറൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അതല്ല, ഒരു ഫയർ ആക്സിഡൻറ്റ് നടന്നിരിക്കണേ, കത്തിയിരിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഇത്
കത്തണ ഫ്ലൂയിഡ് കൊണ്ടുള്ളൊരു എന്തോ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ ഒരു ബോംബോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ വസ്തുവാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതുള്ളത്. പിന്നെ 500 ആൾക്കാർ മരിച്ചത് അതൊക്കെ നോക്കണം. ഇതിലിപ്പോൾ എത്ര ആൾ മരിച്ചിട്ടുണ്ടാവും? കൂടി വന്നൊരു 100 ആൾ അല്ലെങ്കിൽ ഒരു 200-300 ആൾ കുട്ടികളടക്കം ആ കാറിലുണ്ടായിരുന്നതും പോയി വരുന്നതെല്ലാം കൂടിയിട്ട് മരിച്ചിട്ടുണ്ടാവും. ഇതാണ് ഇയാൾ പറയുന്നത്. For more on this, we turn to Mark Garlasco, the military advisor at PAC's Protection of Civilians and a former Defense Department analyst with decades of experience in targeting and assessing bomb damage. Mark Garlasco, thanks very much. Welcome back to the NewsHour. Let's start with this photo that we're going to show right now. You have visited countless scenes of bomb aftermath. What do you see in this photo? Well, if you take a look at the physical evidence that we see here in the photo, I mean, one thing it says to me is this was not an airstrike, right? You don't have a 3 to 9 meter, that's about a 10 to 30 foot crater that I would normally expect from an Israeli JDAM, which is a joint direct attack munition, a GPS guided bomb, which is typical for what the Israelis would use here. You also see a lot of surface damage and fire damage and very little damage to any of the buildings. And these are some of the telltale signs that I would be looking for an airstrike, particularly from the types of weapons that Israel employs. ഇനി ഏരിയൽ വ്യൂവിൽ കാണിക്കുന്നത് നമ്മൾ കണ്ടു. തൊട്ടപ്പുറത്ത് എന്തായുള്ള ഒരു ആശുപത്രി അല്ല ഒരു ക്രിസ്ത്യൻ ചർച്ച് ദേവാലയം, അതിനകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. കുറേ സ്ക്രീനും തുണിയൊക്കെ മാറി മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ കിടന്നിരുന്നവരുടെ അതിലും കുറേ ആൾക്കാർ പോയി കിടക്കുന്നുണ്ട് രാത്രി, കാരണം പള്ളിയിൽ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ തുണികളും ഒക്കെ അവരവിടെ നിന്ന് എനിക്ക് ഓടി ആ തുണികളൊക്കെ അവിടെ കിടക്കുന്നുണ്ടെന്നല്ലാണ്ട് ഒന്നും അവിടെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു വലിയ പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട്, അത്ര തന്നെ. ഇതാണ് അയാൾ പറയുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന ഈ വ്യൂ, അതായത് ബോംബിൻ്റെ പിന്നും ശേഷം ഈ പള്ളിയുടെ കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്താ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട സ്നേഹിതന്മാരെ, ഇത് ഇസ്രയേൽ ചെയ്തതാണ്. ഇസ്രയേൽ കമാൻഡർ പറയണത്, ഒരു കമാൻഡർ പറഞ്ഞത് എന്താണെങ്കിൽ ഞങ്ങളുടെ ബോംബാണ് ഇത് ചെയ്ത് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് നാണക്കേടാ, ഇതാണോ ഞങ്ങൾ അറ്റാക്ക് ചെയ്യണ ബോംബ്? ഇതാണ് ഇസ്രയേൽ പറയുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ട് ഒരു കാര്യം കൂടിയും നമ്മൾ നോക്കണം. അതായത് ചൊവ്വാഴ്ച 17-ാം തീയതി രാത്രിയാണ് സംഭവിക്കുന്നത്. 15-ാം തീയതി ഞായറാഴ്ച ഗാസയിൽ നടന്നിട്ടുള്ള ഒരു കാര്യം എന്താണെങ്കിൽ UNRWA യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്കിംഗ് ഏജൻസി അവർക്ക് ഇസ്രയേലിൽ നിന്നും 24,000 ലിറ്റർ ഡീസൽ കൊടുത്തിട്ടുണ്ട്. ഈ അപകടം നടന്ന ആശുപത്രിയുടെ അടുത്തുള്ള ഇനിയൊരു ആശുപത്രിയുടെ പരിസരത്താണ് ഇതുണ്ടായിരുന്നത്. ഇതെന്തിനാണ് ഈ ഡീസൽ വെച്ചിങ്ങ് ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കാനും ആശുപത്രികൾക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാനും വേണ്ട ജനറേറ്റർ പ്രവർത്തിക്കാനുള്ള ഡീസലാണിത്. 24,000 ലിറ്റർ ഡീസൽ. ഇത് ഒരു 4-5 ദിവസത്തിന് മതിയാവും ഈ ഡീസൽ. അപ്പോൾ രോഗികൾക്കും ആശുപത്രിയിൽ വരുന്നവർക്കും കുടിക്കാനുള്ള വെള്ളം ഒക്കെ ഉണ്ടാകും. കാരണം കറണ്ടും വെള്ളവും മരുന്നും ആഹാരവും സീജ് ചെയ്തിരിക്കണമല്ലോ, പോകണില്ലല്ലോ. അപ്പോൾ രോഗികൾക്കൊന്നും സംഭവിക്കുന്ന രീതിയിൽ കൊടുത്തതാണ്. ഇത് തോക്കിൻ്റെ മുനയിൽ രാത്രിയോട് രാത്രി ഞായറാഴ്ച ഹമാസ് ഇവിടുന്ന് കട്ടുകൊണ്ടുപോയി. അതാണ് ഈ UNRWAയുടെ തലവൻ, ഈ ഭാഗത്തെ തലവനായിരിക്കുന്ന ഹീലിയൽ ന്യൂയർ എന്ന് പറയുന്ന ആൾ പറയണത്. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യണത്? പലസ്തീനിലെ ജനങ്ങളെയാണോ അതോ ഹമാസിനെയാണോ? നിങ്ങൾ ഹമാസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ജനങ്ങളെയല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ജനങ്ങൾ പാവങ്ങളാണ്. കാരണം ഇവരുടെ കൈപ്പാവങ്ങളായിട്ടാണ് ജനങ്ങൾ അവിടെ ഉള്ളത്. ഇവർക്ക് തീവ്രവാദമേ ഉള്ളൂ, ഇസ്രയേൽ നശിപ്പിക്കണമെന്നേ ഉള്ളൂ. ഇതാണ് അയാൾ പറയണത്. That Hamas, the Ministry of Health, and by the way, this is an agency that is quoted every day by the New York Times, by BBC, and every other leading newspaper, the Palestinian Ministry of Health. It's run by Hamas. They don't mention that, and they quote their statistics as if they're reliable. That is dishonest journalism, to say the least. So the UNRWA had revealed, as you're showing in the tweet on the screen, that the Palestinian Ministry of Health, Hamas, came and stole fuel and medical equipment. We estimate 24,000 liters of fuel. That's enough to power water desalination plants for 4 days to provide water to hundreds of thousands of Palestinians. That was stolen by Hamas, this fuel. They're going to use for their terrorist purposes. So this is very clear that anyone who supports Hamas, and we're seeing people on campuses
And in European capitals who support Hamas, certain Muslims and others who are supporting Hamas, that is shocking because it means you don't support the Palestinian people. You're supporting a terrorist organization that steals fuel that's supposed to be for humanitarian agency. Now, UNRWA deleted the tweet. അപ്പോൾ ഈ കട്ടുകൊണ്ടുപോയ ഡീസലിനെ കുറിച്ചിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കൂട്ടിച്ചേർക്കണം, ഈ ഡീസൽ കട്ടുകൊണ്ടുപോയി ഞായറാഴ്ച, ചൊവ്വാഴ്ച രാത്രിയാണ് ഈ ബോംബ് വന്ന് വീണത്. ഇങ്ങനത്തെ എത്ര ബോംബ് അവരുടെ കയ്യിലുണ്ടെന്ന് ആർക്കറിയും? ഈ ഡീസൽ കൊണ്ട് അവർ എന്തൊക്കെ ചെയ്തെന്ന് ആർക്കറിയും? അപ്പോൾ ആ അനലൈസർ ആര്, മാർക്ക് അൽസ്കർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ അനലൈസർ എന്താ പറഞ്ഞ അയാൾ, മിലിറ്ററി അനലൈസർ അമേരിക്കയുടെ, ഇതൊരു തീവിപത്ത് ഉണ്ടായ പോലെയുള്ള. ഇന്നിപ്പോൾ ലോകമെല്ലാം ഈ കാര്യം അനലൈസ് ചെയ്ത് മനസ്സിലായി. പക്ഷേ മുസ്ലിമോളല്ലേ, അവർക്ക് ഇതൊന്നും, അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് ഇസ്രായേലിനെ ഇല്ലാണ്ടാക്കണം, ഇസ്രായേലിനെ അഗെയിൻസ്റ്റ് കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലോട്ട് ചിന്ത അത് തന്നെയല്ലേ സ്നേഹിതന്മാരെ. അപ്പോൾ എന്ത് മനസ്സിലായി? ഇവിടെ നടന്ന ആ ബോംബ് സ്ഫോടനം ഇസ്രായേലികളുടെ ബോംബ് സ്ഫോടനം കൊണ്ടൊന്നല്ല. ഇവിടെ നടന്ന ബോംബ് സ്ഫോടനം പക്ക ഇവിടെ മിസ് ഫയർ ആയതാണ്, മിസ് ഗൈഡഡ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ചങ്കൂറ്റത്തു കൂടെയാണ് ഞാൻ പറയണത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ കേരളത്തിൽ ഇക്കാര്യമൊന്നും ആരും പറയുന്നില്ല. ഞാൻ ധൈര്യമായിട്ട് പറയണം, ഇതിനെക്കുറിച്ച് എന്ത് വിഷയം വന്നാലും എനിക്ക് വിഷയമല്ല. ഇവറ്റ പറയണതെല്ലാം കള്ളത്തരമാണ്. ഇസ്രയേലിന് ഒരു ഇതും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുമില്ല. എസെക്കിയേൽ പുസ്തകത്തിൻ്റെ 44-45 അധ്യായപ്രകാരം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇനി ദൈവം ഇസ്രയേലിനെ തോൽക്കാൻ വിടില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇടണമെന്ന് വെച്ചെങ്കിൽ, സംഗീത പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കർത്താവ് പറയേണ്ടത്, എന്നിൽ വിശ്വാസമുള്ള, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഭൂമിയിലുണ്ടോ എന്ന് കർത്താവ് നോക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ആ നോക്കുമ്പോൾ ഇത് കാണുന്ന നമ്മളും എല്ലാവരും, ഇത് നമ്മൾ അനേകർക്ക് പകരണം. നമ്മളും കർത്താവിനൊപ്പം ഉണ്ട്, കർത്താവിൻ്റെ മക്കളായ ഇസ്രായേൽ ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് അബ്രാമിനോട് പറഞ്ഞ ആശീർവാദം, നിന്നെ ആസ്വദിക്കുന്നവരെ ഞാൻ ആസ്വദിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇസ്രായേൽ സമാധാനം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്ഥലത്ത് നമുക്ക് ദൈവം സമാധാനം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് വചനം പറയണത്. അതുകൊണ്ട് പ്രിയ സ്നേഹിതന്മാരെ, ഇത് കഴിയുന്ന അത്ര നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് ഇത് പകർന്നു കൊടുപ്പിൻ. അവരും കണ്ട് മനസ്സിലാകട്ടെ. ദൈവം നമ്മളെല്ലാവരും ആസ്വദിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.